ഞാനിവിടുത്തെ വിഖായുടെ പ്രവർത്തകര് വൈകുന്നേരം ആയപ്പോ എനിക്ക് ഇങ്ങനെ രാവിലെ എത്തിയതാണല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു ചായ കുടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നി. രണ്ടുമൂന്ന് വിഖായുടെ പ്രവർത്തകരോട് ഇങ്ങനെ ചെറിയൊരു സൂചന കൊടുത്തപ്പോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആളുകൾക്കിടയിലോട്ട് പോകുന്നതിന് ചെറിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ പോകുന്നതുകൊണ്ട് കുറെ ആളുകൾക്ക് അറിയാം. അപ്പൊ സമ്മേളനത്തിനൊക്കെ വരുമ്പോൾ അവർക്കൊരു ആവേശമാണ്, പിന്നെ ഫോട്ടോ എടുക്കണം, എന്തായാലും കണ്ടാൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. എന്നാലും അതിന്റെ ഇടയിലൂടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പൊ ചായ കുടിക്കുന്നതിനിടയിൽ 4-5 വിഖായുടെ പ്രവർത്തകരുണ്ട്. അതിൽ ഒരാളോട് ചായ വേണ്ടെന്ന് ചോദിച്ചപ്പോ വേണ്ട ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം കുടിക്കേ. അദ്ദേഹം പറഞ്ഞ ആഗ്രഹമില്ലാത്തതുണ്ടല്ലോ ഉസ്താദേ, ഞങ്ങളുടെ കൂട്ടുകാരും കുടിച്ചിട്ടില്ല. ഞങ്ങള് ഇവിടത്തെ വെയിലും ഇവിടത്തെ പൊടിയും മുഴുവനും ഏറ്റുവാങ്ങിയവരാണ്. ഞങ്ങൾ ആരും ചായ കുടിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ചായ കൊടുത്തു, അദ്ദേഹം ചായ കുടിച്ചു. അദ്ദേഹം അതിന്റെ കൂടെ എന്തോ പഴംപൊരിയോ മറ്റൊക്കെ കഴിച്ചു. അദ്ദേഹം ഇരുന്ന് കഴിക്കുന്ന ആർത്തി കണ്ടപ്പോഴുണ്ടല്ലോ, അതായത് കുറെ സമയത്തിന് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. അവർക്ക് 100 കൂട്ടം ജോലിയുണ്ട് അവിടെ. ഉസ്താദുമാര് വരുമ്പോ വിളിച്ചുകൊണ്ട് പോകണം, സുജൂദ് ചെയ്യാൻ, അവർ നിസ്കരിക്കാൻ മാരിവരെ നിൽക്കുമ്പോൾ മുസല്ല വിരിച്ചു കൊടുക്കണം. മുസല്ല ഇല്ലെങ്കിൽ തട്ടം, അല്ലെങ്കിൽ പേപ്പർ, കടലാസ്, എന്തെങ്കിലും. അവിടെ ചെരുപ്പ് ദൂരെയായി പോയാൽ ആ ചെരുപ്പ് കൈകളിലെടുത്ത് ഓടിക്കൊണ്ടുവന്ന് കൊടുക്കണം. സലാം വീട്ടി ഇറങ്ങുമ്പോ സ്റ്റേജിലേക്ക് പിടിച്ചുകൊണ്ട് പോകണം. ഒരുപാട് വലിയ വലിയ മഹാന്മാർ വരൂല്ലേ. 40 മുശാവറ മെമ്പർമാർക്കും ഹിദ്മത്ത് ചെയ്ത ഒരു സുഹൃത്തുണ്ട് ബാംഗ്ലൂരിൽ. അദ്ദേഹം പറയാണ്, ഉസ്താദേ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ആ 40 ഉസ്താദുമാർക്കും ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കുളിക്കുമ്പോ തട്ടമെടുത്ത് കൊടുക്കാൻ, തോർത്തെടുത്ത് കൊടുക്കാൻ, ബ്രഷ് കൊടുക്കാൻ. ആർക്കാണ് ഉസ്താദെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക? ഞാൻ കുറെ കാലമായിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ സമിതി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നപ്പോ വലിയ സന്തോഷം തോന്നി. ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരുപാട് വിഖായുടെ പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാരും പോയി അവസാനം വെള്ളമൊക്കെ കുടിച്ച് കസേര ഇറക്കിയിട്ട് പോകുന്ന മക്കൾക്ക് പകരം എന്തായിരിക്കാം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക? ഈ മജ്‌ലിസിന്റെ ദുആ മാത്രമാണ് പ്രിയപ്പെട്ടവർ. അതിൽ നിങ്ങളുടെ സഹോദരിമാരെ, അതിൽ നിങ്ങളുടെ മോനുണ്ടോ? നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവർ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. എന്റെ ഉപ്പമാരെ, അതിൽ നിങ്ങളുടെ മോനുണ്ടോ? കൃത്യമായിട്ട് നിസ്കരിച്ച് സുന്നത്ത് നോമ്പ് നോറ്റ് ഇതിന്റെ വിജയത്തിന് വേണ്ടി സുന്നത്ത് നോമ്പ് നോറ്റ പ്രവർത്തകരുണ്ട്. ഇതിന്റെ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ഉസ്താദുമാർക്ക് ഹിദ്മത്ത് ചെയ്ത് അത് ഭംഗിയാക്കാൻ, അതിങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, അതിങ്ങനെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ നിറയും. അൽഹംദുലില്ലാഹ്, ഏറ്റവും അവസാനത്തെ ഒരു പ്രവർത്തകരായിട്ടെങ്കിലും ഞങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഇവിടെ കണ്ണു നിറയും. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ.